ഗുരുവായൂരപ്പാ. ആവൂ, വല്ലാണ്ട് ചുമക്കുന്നില്ലടോ സരോജെ. ആവൂ, എന്ത് ചുമയാണോ സരോജെ, ആവുന്നില്ലടോ. അമ്മേ, എന്ത് ചുമയാണോ. എന്ത് പറ്റി നമ്മെ? കുറച്ച് വെള്ളം വേണ്ടീനു. മൂപ്പർക്ക് തലയിട്ടുന്ന് ഗുളിക വാങ്ങിക്കാനാ? ഞാൻ വാങ്ങിച്ചോളാം. അവിടെ പോയിരിക്കാം. മൂപ്പർക്ക് എന്തായാലും പറ്റിയേ? മൂപ്പർക്ക് പ്രഷർ കൂടിയോണ്ടാ. ഗുളിക അയച്ചാ ശരിയാന്നാ പറഞ്ഞു. വെള്ളം ഇല്ലാത്തോണ്ട് കൂടെ ആരുമില്ല? ഇല്ല. വെള്ളം ഇതാ. മതിയോ? എൻ്റെടോ തലക്ക് വല്ലാത്തൊരു പെരുപ്പായിരുന്നു. ഇപ്പൊ നല്ല സുഖമുണ്ട്. ഇപ്പൊ ക്ഷീണമെല്ലാം മാറിയില്ലേ? മോനേതാ? അച്ഛാ, ഞാൻ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിന്റെ ബേക്കിൽ തന്നെ എൻ്റെ വീട്. സുമേഷ് എന്നാ എൻ്റെ പേര്. ഞാനിവിടെ ചെറിയച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നത്. അന്നേരമാണ് അമ്മ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങളെ തിരക്കാ, അതുകൊണ്ട് ഭയങ്കര പ്രയാസാ. ഞങ്ങൾക്ക് തന്നെ പോകാൻ പ്രയാസാ. അങ്ങനെയൊന്നും പറയണ്ട. എന്നിട്ട് ചെറിയച്ഛനെ കാണിച്ചോ മോനെ? ചെറിയച്ഛനെ കാണിച്ചാ ഞാന് ചെറിയച്ഛനാ പിന്നെ കാണിച്ചിട്ട് ഒരു ഗുളിക വാങ്ങാൻ മൂപ്പറ ഞാൻ ഒരു ഓട്ടോറിക്ഷ കെറ്റി അയച്ചിട്ടുണ്ട്. ഇനി ഗുളിക വാങ്ങാൻ ടൗണിലേക്ക് കിട്ടും. ഇനി ടൗണിൽ പോയി വാങ്ങണം ഗുളിക. പിന്നെന്താ മക്കളെ നിങ്ങൾ കൂട്ടാഞ്ഞേ? മക്കളില്ലേ ഇവിടെ? എന്താണ് എന്താ? ഒന്നുമില്ല. വയസ്സായ അങ്ങനെ തന്നെയാ മോനെ. അച്ഛൻ അമ്മേനെ നോക്കാനൊന്നും ഓൽക്ക് നേരമില്ല. പറയുന്നത് കേൾക്കാനും നേരമില്ല. അത് തന്നെ. എൻ്റെ അച്ഛനമ്മനെ മരണം വരെ ഞാനാ നോക്കി. ഇപ്പൊ ചെറിയച്ഛനെ എൻ്റെ കൂടെയാ. ചെറിയച്ഛനെ ഞാനാ നോക്കുന്നത്. മോന്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാ. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനമ്മയ്ക്കും പ്രായമായ മക്കൾക്കും വേണ്ട, കുടുംബത്തിനും വേണ്ട, ആർക്കും വേണ്ട. അച്ഛനും അമ്മയും പറയുന്ന കേൾക്കാൻ ഓർക്കൊട്ട് നേരവുമില്ല. ഇപ്പോ ഞാക്ക് ഞാളേ ഉള്ളൂ. ഇല്ലടോ. മോനിപ്പോ വന്നത് നന്നായി. മൂപ്പർക്ക് ഗുളിക കഴിക്കാനുണ്ട്. ഇത്തിരി വെള്ളത്തിന് വേണ്ടി എത്ര നേരമായി ഒന്ന് മുറിച്ചടക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു. ഈ വണ്ടീന്റെ തിരക്കൊണ്ട് കയ്യണ്ടേ. വലിയൊരു സഹായായി. ഇതിപ്പോ ആരായാലും അങ്ങനെയല്ലമ്മേ, ആരായാലും ചെയ്യൂലേ. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും പോകുമ്പോ ആരായാലും സഹിക്കും. ഗുളിക കഴിച്ചാല് എന്തേലും തിന്നാൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ. അതെയോ? എന്നാ ഞാൻ ചായ ഒക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. മോൻ ചായ കുടിക്കുന്നോ? വേണ്ട ചാ, ഞാനിപ്പോ കുടിച്ചിട്ടേ ഉള്ളൂ. ഹലോ ഗേസ്, വാർദ്ധക്യം ഒരു കുറ്റമല്ല, ഒരവസ്ഥയാണ്. നാളെ എനിക്കും നിങ്ങൾക്കും എല്ലാം സംഭവിക്കാൻ പോകുന്ന ഒരവസ്ഥ. ഈ വലിയച്ഛൻ്റെ വലിയമ്മൻ്റെ സ്നേഹം കണ്ടോ? വലിയ പഠിപ്പും ജോലിയുള്ള മക്കളുണ്ട്. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ ഒരു സഹായത്തിന് ആരുമില്ല. ഞാൻ ഇവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ഈ വലിയച്ഛനും വലിയമ്മയ്ക്കും വലിയൊരു സഹായമായി. ഇത് ഈ തലമുറ കണ്ട് പഠിക്കണം.
അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോ ഷാറ്റും വിളിക്കണോ? എങ്ങനെയാ പോവാ? വേണ്ട മോനെ, ഞങ്ങൾക്ക് ബസ്സുണ്ട്. ബസ്സിലാ പോന്നെ? വീട്ടിലേക്കല്ലേ? ആ, വീട്ടിലേക്ക് തന്നെ. വീട്ടിന്റെ മുമ്പിൽ നിർത്തൂല്ലേ? ഇനി അത് ആവശ്യത്തെ പറയട്ടോ. ആയിക്കോട്ടെ. ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്തല്ലേ വീട്? ഇവിടെ നയിക്കുന്നില്ല. ഹോട്ടൽ ഭക്ഷണം പറ്റൂല മോനെ. ടൗണിലേക്കാ? ഞാൻ പോട്ടെ എന്നാല്. ആയിക്കോട്ടെ. ഇനി പിന്നെ കാണാം കേട്ടോ. കണ്ടതിൽ സന്തോഷം. വരുന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ടാറ്റാ. ആയിക്കോട്ടെ. മോനെ പൊതിയെടുക്കുന്നില്ലേ? അയ്യോ സോറി. ഹോസ്പിറ്റലിൽ പോയതാ. പോവാ. ഈ അച്ഛനമ്മേന്റെ വീഡിയോ ഇട്ടത് 80K ആയിട്ടുണ്ട്. നാളേക്ക് എന്തായാലും 1 മില്യൺ ആവും. ഈ അച്ഛനമ്മ ഇപ്പം പാവങ്ങള് രാത്രി ഇപ്പൊ എവിടെ ഉണ്ടാവുക? എത്രയോ ജന്മമായി തേടിയെന്നോ മനെ നിന്നെ കാത്തിരുന്നു ഞാനൊരു പൂമ്പാറ്റയാ. എന്നിലെ സ്നേഹവും പൂവിടും സ്വപ്നവും ഒന്നായി നിനക്കേകി ഞാനൊരു നിശ്വാസമാ. എന്തിലെ സ്നേഹവും പൂവിടും സ്വപ്നവും നിനക്കേകി ഞാനൊരു നിശ്വാസമാ. എന്തിലെ സ്നേഹവും പൂവിടും സ്വപ്നവും ഒന്നായി നിനക്കേകി ഞാനൊരു നിശ്വാസമായി. പ്രിയപ്പെട്ട സരോ, സുഖമെന്ന് വിശ്വസിക്കുന്നു. നിൻ്റെ എഴുത്ത് കിട്ടി. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഞാനിപ്പോൾ കാശ്മീർ അതിർത്തിയിലാണ്. ഇവിടെ യുദ്ധം തുടങ്ങി. ഇനി ഞാൻ ജീവനോടെ നാട്ടിൽ വരുമെന്നോ നമ്മളിനി കാണുമെന്നോ ഒരു ഉറപ്പുമില്ല. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത് എന്ന് സ്വന്തം മാധവേട്ടൻ.
പൂവിടും സ്വപ്നവും ഒന്നായി നിനക്കേകി ഞാനൊരു നിശ്വാസമാ. സരോജേ, ഉള്ള മക്കൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട. നമ്മള് എടുക്കണ്ട. പറയുന്നു കേൾക്കാൻ ഓർക്ക് നേരം ഉണ്ടാവില്ല. പിന്നെന്തിനാ നമ്മൾ ഓരോ ബുദ്ധിമുട്ടിക്കുന്നത്? ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണാന്ന് കേട്ടിട്ടില്ലേ മാധവേട്ട? ഇന്ന് നമുക്ക് ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് കൂടല്ലേ? ഭഗവാനെ കൃഷ്ണ കൃഷ്ണ ഭൈരപ്പാ, കാക്കണേ. ആ, നിനക്ക് ഓർക്കം വരുമ്പം വിളിച്ചോ. ഹായ്, സുമേഷ് പൈതൃകം. എന്താ ചേട്ടാ? 2 വണ്ടിയിൽ ആള് വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. നിങ്ങൾ നോക്കി വന്നതാ. ആര്? ആരാന്നൊന്നും അറിയില്ല. ആ, ഒന്നാ ഗേറ്റ് തുറന്നുറുക്ക്, ഞാനിപ്പോ വരാം. അതിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. 2 കാറിൽ ആളുണ്ട്. അവർ വീഡിയോനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ, എനിക്ക് അതിനെ കൂടുതലൊന്നും അറിയില്ല. എന്താന്നറിയോ, ഇന്നലെ ഇതിലിട്ട സാധനം ഇന്നലെ രാത്രി കൊണ്ട് 1M ആയിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോ വൈറലായിട്ടുണ്ട്. അതിനെ അഭിനന്ദിക്കാൻ വന്നായിരിക്കും. നിങ്ങളാണ് സുമേഷ് പൈതൃകം? ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് വൈറലാക്കിയ നിങ്ങൾ തന്നെയല്ലേ? അത് സർ, ഉറപ്പല്ലേ? ഉറപ്പാ. ചെമ്പായി വാ, ഇവൻ തന്നെയാ. അച്ഛനെ നിനക്ക് വൈറലാക്കണം അല്ലടാ. എടാ കൊടുക്ക്, മോന്തക്കെട്ടിനെ കൊടുക്ക്. ഞാനിത് തെറ്റാ ചെയ്ത്. വീഡിയോ വൈറലാക്കിയിട്ട് കുടുംബത്തിന് മാനം കളിച്ചോടാ തണ്ടി. ഞാൻ നിങ്ങൾ എന്ത് മാനോടെ കളഞ്ഞ്? പ്രായമായ അച്ഛനമ്മനെ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ പിന്നെ വിദ്യാഭ്യാസത്തിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ അച്ഛനമ്മനെ നോക്കാത്ത ലോകം അറിയട്ടെ. അത് ശരി, നിങ്ങൾ വലിയ വലിയ ആൾക്കാരല്ലേ? ആ അച്ഛനമ്മ ഇന്ന് ആസ്പത്രിയിൽ പോയിട്ട് ഒരു ഗുളിക വാങ്ങി കൊടുക്കാൻ ആളില്ല. എന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നങ്ങള്? ഞാൻ കണ്ടോണ്ട് മാത്രമാണ് ആ അച്ഛന് വെള്ളം വാങ്ങിച്ചു കൊടുത്ത് ഗുളിക കഴിക്കാനായത്. വലിയ മക്കൾ ചോദിക്കാൻ വന്നിക്ക്. അത് ശരി, അച്ഛനെ അമ്മേനെ നോക്കാത്ത എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കണത്. നിങ്ങൾ വലിയ പഠിപ്പാറും വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ? പ്രായമായ അച്ഛനെ അമ്മേനെ നോക്കണം. ഞാൻ എന്റെ അച്ഛനെ അമ്മേനെ മരണം വരെ നോക്കിയിട്ടുണ്ട്. ഞാൻ പഠിച്ച പാടതാ, ലോകം അറിയട്ടെ. നിങ്ങൾ നോക്കാത്തെ എന്നിട്ട് എന്റെ മേലെ കുതിരായിരം വരും നിങ്ങള്. അത് ശരി, എന്തൊക്കെ പറഞ്ഞാലോ നിന്റെ ഒറ്റ വീഡിയോ ഉണ്ട്. ഞാളെ കുടുംബത്തിന്റെ മാനല്ലോടോ പോയത്. ഇനി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഏട്ടാ, ഞാൻ എന്തോ വലിയ ക്രൈം ചെയ്ത പോലെയാണ് നിങ്ങൾ പറയുന്നത്. ആ പ്രായമായ ആൾക്കാർ എന്റെ അച്ഛനമ്മനെ പോലെ എനിക്ക് തോന്നി. ഏതൊരു മനുഷ്യനും ചെയ്യുന്നതാ അത്. ഒരു കാര്യം സഹായിക്കല്ല, ഞാനൊരു സഹായം ചെയ്തു. അത് ലോകത്തെ അറിയിച്ചു. കുറെ ആൾക്കാരത്ത് കണ്ടു. പുതിയ കുട്ടികൾ കണ്ടു പഠിക്കട്ടെ. പ്രായമായ അച്ഛനെ അമ്മേനെ സഹായിക്കണം എന്നുള്ളത് അത് അത്ര വലിയ തെറ്റാണോ? നിങ്ങളെ അച്ഛൻ ഒറ്റ ഞങ്ങൾ അമ്മേനെ വഷളാക്കിയത്. എന്റെ അച്ഛനല്ല, നിങ്ങളുടെ അമ്മയാണ് ആദ്യം മെസ്സേജ് അയച്ചത്. ഞാൻ കണ്ടതാ മെസ്സേജ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഫോൺ വാങ്ങി കൊടുക്കണ്ട. എന്തെങ്കിലും ഗുലുമാനം വെക്കാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ അമ്മ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. സാബൂട്ടാ പറയൂ. അത് ശരി, ഇപ്പൊ അങ്ങനെയോ? നിങ്ങളെ അച്ഛനല്ലേ ഞങ്ങൾ അമ്മേനെ തട്ടിക്കൊണ്ടത്? നിർത്ത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാം കൂടി അച്ഛൻ അമ്മ അല്ലേ അത്? അച്ഛൻ ഞാളതാ, അമ്മ ഓരതാ. അതെന്താ? 3 ദിവസം അവളെ കാണാനായിട്ട് ഒളിച്ചോടി എന്നാ തോന്നുന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റിലായിരുന്നു താമസവും. അങ്ങനെ അവർ തമ്മിൽ അടുപ്പത്തിലായി പോയി. എന്തായാലും മോനെ, നിന്റെ വീഡിയോ അച്ഛനും അമ്മേനെയും വൈറലാക്കി. ഞാക്ക് നാട്ടിൽ കൂടി ഇറങ്ങി നടന്നൂടെ കണ്ടുപോയി. ഇപ്പൊ റെഡിയാണുള്ളത്.
അടിവാരം കൽപ്പറ്റ ചങ്ങനാടി വഴി വിശ്വാസത്തിലേക്ക് പോകുന്ന ബസ് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. എത്രയോ ജന്മമായി തേടിയെന്നോ മനെ നിന്നെ കാത്തിരുന്നു ഞാനൊരു പൂമ്പാറ്റയാ എന്നിലെ സ്നേഹവും പൂവിടും സ്വപ്നവും ഒന്നായി നിനക്കേകി ഞാനൊരു നിശ്വാസമാ എന്തിലെ സ്നേഹവും പൂവിടും സ്വപ്നവും നിനക്കേകി ഞാനൊരു നിശ്വാസമാ എന്തിലെ സ്നേഹ